ചിന്തപ്പെട്ടു, രക്തം ധാരധാരയായി ഒഴുക്കപ്പെട്ടു. ഹല്ലേലൂയ. ആർക്ക് വേണ്ടിയാ പ്രിയമുള്ളവരെ? ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ശിരസ് ഉയർത്തി നിൽക്കുവാൻ തക്കവണ്ണം എന്നെ നിങ്ങളെ യോഗ്യരാക്കി തീർത്തത് ആ കർത്താവിന്റെ മാറ്റമില്ലാത്ത സ്നേഹം മാത്രമാണ്. ഇന്ന് പകൽക്കാലം ഒരു പ്രാവശ്യം കൂടെ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കുമ്പോൾ കർത്താവ് എപ്പോഴും നമ്മുടെ ബൈബിളിൽ ദൈവത്തിന്റെ ശബ്ദം ഇങ്ങനെയാണ്: നന്ദി പറയാൻ വിട്ടുപോയ ഒരു ജനതയാണ് എപ്പോഴും കർത്താവിന് കംപ്ലൈന്റ് ഉള്ളത് നമ്മെ പറ്റി. അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമുക്ക് നന്മകൾ തന്നിട്ടുണ്ടെങ്കിൽ നാം നന്ദിയുള്ള ഹൃദയത്തോടെ ഇന്ന് പകൽക്കാലമായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു യാത്രയിൽ കർത്താവ് എരിഹോവിനോട് അടുക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുക: ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ഒരു കുരുടൻ അവിടെ നിന്ന് യാചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ അടുത്തുള്ള ആളുടെ ആരെ ഇതുവഴി പോകുന്ന ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു, നസറനായ യേശു കർത്താവ് ഇതുവഴി പോകുന്നുണ്ട്. അവന് മനസ്സിലായി, ഇതാണ് റൈറ്റ് ഓപ്പർച്യൂണിറ്റി, ഇതാണ് റൈറ്റ് ചാൻസ്. ഇനിയൊരു ചാൻസ് എൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അവൻ ഉറക്കെ വിളിക്കുവാനായിട്ട് തുടങ്ങി. അവൻ്റെ സകല തടസ്സങ്ങൾ അവൻ ഓർത്തില്ല. അവന് കണ്ണ് കാണത്തില്ലെന്ന് അവൻ ഓർത്തില്ല. അവൻ ഇന്ന് പകൽക്കാലം ഒരു വിടുതൽ വേണമെന്ന് മാത്രമേ ഓർത്തുള്ളൂ. പുരുഷാരം അവനെ അമർച്ചയായി ശാസിച്ചു: നീ എന്തു പോയി കാണിക്കുന്നേ? ഇവിടെ കിടന്ന് ഒച്ചയുണ്ടാക്കിയാലൊന്നും കർത്താവ് കേൾക്കാൻ പോകുന്നില്ല. പക്ഷെ അവൻ അത് തടസ്സം നിന്നില്ല. അവൻ പിന്നെയും ഉച്ചത്തിൽ പറയുവാനായി തീർന്നു: ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നി. ആ ശബ്ദം കേട്ട് കർത്താവ് നിന്നു. അവന് വേണ്ടി സൗഖ്യം കൊടുക്കുവാനായിട്ട് ഇടയായി. ഇന്ന് പകൽക്കാലം നാം പ്രാർത്ഥിക്കുന്നൊരു വിഷയമുണ്ട്. ഈ ഇയർ എൻഡ് മീറ്റിംഗിൽ നിങ്ങൾ എത്ര പേർ കർത്താവിന്റെ ദാസൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചു? ഒരു പരിശുദ്ധാത്മാ നിറവിൽ ഈ 2026 നമുക്ക് നിറയുവാനായിട്ട് ഇടയായി തീരണം. ആത്മശക്തിയാൽ നമുക്ക് നിറയുവാനായിട്ട് ഇടയായി തീരണം. അഭിഷേകത്താൽ നിറഞ്ഞ ആരാധന നമ്മുടെ ദൈവസഭയിൽ ഉണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കുവാനായിട്ട് ഇടയായി തീരണം. നമ്മുടെ സഹോദരന്മാർ ദൈവസന്നിധി ചാടിത്തുള്ളി ആരാധിക്കുന്ന, അവരുടെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന, ഉയരത്തിൽ നിന്നും ലഭിക്കുന്ന ഒരു ആത്മസന്തോഷത്താൽ നിറയുന്ന ദിവസങ്ങൾ കടന്നു വരുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ആ കുരുടൻ പ്രാർത്ഥിച്ചതുപോലെ എന്റെ അകക്കണ്ണിനെ ഒന്ന് തുറക്കണമേ, എന്റെ വിഷനെ കാണുവാൻ എന്നെ സഹായിക്കണേ, എന്റെ വിഷൻ തെളിഞ്ഞു വരാൻ ഇടയാകട്ടെ, എന്റെ പ്രോമിസിലേക്ക് ഞാൻ പ്രവേശിക്കുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. കേവലം ജനീകമായ ചില പ്രോമിസുകളല്ല, ആത്മ നിറവിൽ ആത്മശക്തിയാൽ ഹല്ലേലൂയ രോഗസൗഖ്യങ്ങൾ ഉണ്ടാകുവാൻ, പ്രവചനാത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാൻ, ഹല്ലേലൂയ ആത്മ പകർച്ച ഉണ്ടാകുവാൻ, ഈ കാൽവരി പട്ടണത്തിൽ ഒരു ഉണർവുണ്ടാകുവാൻ ഈ 2026 നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധി നമുക്ക് ഒന്നും കൂടെ പാടാം. ആത്മശക്തിയാൽ എന്നെ നിറയ്ക്കുക, അനുദിനം ആരാധിപ്പാൻ, അഭിഷേകത്തെ പകർന്നിടുവാൻ, പുതു ശക്തി പ്രാപിക്കുവാൻ പകൽക്കാലം പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ, അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ, അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആകുലയാ. അന്ധകാര
വിശുദ്ധിയോട് ആരാധിപ്പാൻ ആത്മാവിനാലേ ശക്തിയാലേ കോട്ടകൾ തകർത്തിടുവാൻ കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക വിശുദ്ധിയോട് ആരാധിപ്പാൻ ആത്മാവിനാലേ ശക്തിയാലേ കോട്ടകൾ തകർത്തിടുവാൻ അഭിഷേകം പകർന്നിടുക ശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക ശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ അഭിഷേകം പകർന്നിടുക ശക്തി പ്രാപിക്കുക അഭിഷേകം പകർന്നിടുക ശക്തി പ്രാപിക്കുക അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ ദേശം നിറയും ഒരു യാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാത്തിടുമ്പോ തുറന്നിടുക ഞാൻ എഴുന്നേറ്റ് ശോഭിച്ചുവാൻ നിറയും ഒരു യാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാത്തിടുമ്പോ തുറന്നിടുക ഞാൻ എഴുന്നേറ്റ് ശോഭിക്കുവാൻ അഭിഷേകം പകർന്നിടുക ശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക ശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ അഭിഷേകം പകർന്നിടുക ശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക ശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ യേശുവേ യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി യേശുവേ യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി ശക്തിയാലല്ല കൈയുടെ വേലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയ ശക്തിയാലല്ല കൈയുടെ വേലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത് ഇന്നത് കൃപയാ കൃപയാ ദൈവം കൃപയാ നിത്തിടും ദയാ ദയാ നിത്യദയാ ഉഴുതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറിക്കുമ്പോഴേ കഴുകൻ കുഞ്ഞിനെ ചിറകിൻമീതെ വഹിക്കുമ്പോഴേ ഒഴുതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറിക്കുമ്പോഴേ കഴുകൻ കുഞ്ഞിനെ ചിറകിൻമീതെ വഹിക്കുമ്പോഴേ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ എണ്ണിയാൽ തീരാത്ത വൻകൃപകൾ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ നന്ദി യേശുവേ ഈ ദൈവനന്മകൾ ഒരായിരം നന്ദി ശക്തി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം ശക്തിയാലല്ല താഴ്വരയിൽ ഭയം കൂടാതെ
യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി ശക്തിയാലല്ല എന്നുടെ വേളത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത് ശക്തിയാലല്ല കൈയുടെ വേളത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയ ചെറുകടയിൽ സൂക്ഷിക്കുന്നത് പോലെ ഞങ്ങൾ ഈ ദിവസങ്ങളെല്ലാം കരുതിയ ദൈവത്തിന് ഞങ്ങൾ 1000 നന്ദി അർപ്പിക്കുന്നപ്പാ. ഹല്ലേലൂയ. ഞങ്ങൾ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല സമയത്ത് ഓർത്ത് നീയോട് സ്തുതിക്കുന്നു. ഈ കർത്താവെ പുതുവർഷത്തിന്റെ ആദ്യത്തെ സൺഡേ അങ്ങേ പാടി സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് ഒരിക്കൽ അവസരത്തിനായി സ്തുതിക്കുന്നു. പിന്നെ ഞങ്ങൾ ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു കർത്താവേ. അല്ലെങ്കിൽ ഞങ്ങൾ ഒരു നന്ദി ഉള്ളവരായി ജീവിക്കുവാൻ, എപ്പോഴും കർത്താവിനോട് ഗ്രേറ്റ്ഫുൾ ആയി നിൽക്കുവാൻ കർത്താവ് ഞങ്ങളോട് സഹായിക്കുമാറാകണമേ. അഭിഷേകത്തിന്റെ നിറവോടെ ഞങ്ങൾക്ക് ആരാധിക്കുവാൻ ദൈവം കൃപ ചെയ്തുവല്ലോ. ഈ 2026 കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി നൽകിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കണം. ആരാധനയിൽ മാത്രമല്ല, ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ, ഞങ്ങളുടെ ജോലി മേഖലയിൽ, ഞങ്ങളുടെ ബിസിനസ് മേഖലയിൽ, ഞങ്ങളുടെ എഡ്യൂക്കേഷന്റെ സ്ഥാനത്ത് എല്ലായിടത്തും കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, അഭിഷേകത്തിന്റെ നിറവോടെ നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടനാൽ സ്തോത്രം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ.